നമ്മളെല്ലാവരും തന്നെ വാസലിൻ യൂസ് ചെയ്യുന്നത് കാല് വിണ്ട് കീറുമ്പോൾ ഉപ്പുറ്റിയിൽ പുരട്ടുന്നതിനൊക്കെ ആയിരിക്കും. പക്ഷേ ഈ വാസലിൻ നമ്മളറിയാത്ത ഒരുപാട് ഗുണങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞെട്ടിക്കുന്ന കുറച്ച് ഉപയോഗങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാലോ, സ്റ്റൗവിന് എപ്പോഴും കംപ്ലൈൻറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ കംപ്ലൈൻറ്റൊക്കെ മാറ്റുന്നതിനായിട്ട് ഒരു തുള്ളി വാസലിൻ മതി. അപ്പോൾ വാസലിൻ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. ഇനി നമുക്ക് ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലമായി കഴിഞ്ഞാൽ തീപ്പെട്ടി കത്താൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഈർപ്പം കൊണ്ടും അതേപോലെ തന്നെ ചെറിയൊരു നനവ് കൊണ്ടും തീപ്പെട്ടി അങ്ങനെ കത്താറില്ല. അപ്പോൾ അങ്ങനെ കത്താതിരിക്കുന്ന സമയത്ത് ഒരല്പം വാസലിൻ ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ എത്ര നനവുള്ള തീപ്പെട്ടിയാണെങ്കിൽ പോലും ആ ഒരു തീപ്പെട്ടിക്കൊള്ളി ഇതേപോലെ കത്തിക്കിട്ടും. നനഞ്ഞ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ കത്താൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് മാത്രം ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഉണങ്ങിയ തീപ്പെട്ടിക്കൊള്ളിയിലൊക്കെ വാസലിൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആളി കത്തും. അടുത്ത ഒരു ടിപ്പ്, നമ്മുടെ വീട്ടിലെ ബാത്റൂമിലെ മിററിലും അതേപോലെ തന്നെ കാറിൻ്റെ സൈഡിലുള്ള മിററിലൊക്കെ ഇതേപോലെ പാടുകൾ വീഴാറുണ്ട്. ഇതേപോലെ പാടുകൾ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫേസും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ മിററും ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വാസലിൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് വാസലിനൊന്നും വേണ്ട. ഇതേപോലെ ഒരിത്തിരി എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പർ ഒന്ന് നനച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് നനച്ചതിന് ശേഷം നന്നായിട്ട് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയുക. ചെറിയ ഒരു നനവോടുകൂടി തന്നെ ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ വാസലിൻ തേച്ച മിററിലേക്ക് ഇതേപോലെ ഒന്ന് ആ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അഴുക്കും പാടുകളും എല്ലാം പോയിട്ട് കണ്ണാടി തിളങ്ങുന്നത് കണ്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ന്യൂസ് പേപ്പർ തന്നെ ഉപയോഗിച്ച് ചെയ്യണം. ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ ആ പേപ്പർ ചെറിയ പീസായിട്ട് നുറുങ്ങി പോയിട്ട് മിററിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ന്യൂസ് പേപ്പർ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു ഉണങ്ങിയ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ലാസ്റ്റ് ഇതേപോലെ ഒന്ന് താഴേക്ക് അങ്ങ് വൈപ്പ് ചെയ്ത് കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിറർ നല്ല പുതിയതുപോലെ ഇരിക്കും. അപ്പോൾ മിററും ഗ്ലാസ്സും ഒക്കെ ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മിററിൻ്റെ ഒരു തിളക്കം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. പൊടി പിടിച്ചിരിക്കുന്ന കാറിൻ്റെ സൈഡ് മിററൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും തന്നെ മുടി ചീകുമ്പോൾ ഒരുപാട് മുടി പൊട്ടിപ്പോകാറുണ്ട്. ചട മൂലം ഒരുപാട് മുടി ഇതേപോലെ കൊഴിഞ്ഞും പൊട്ടിയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇതേപോലെ പോകാതിരിക്കാനായിട്ട് നമ്മുടെ ചീപ്പിൽ ഒരല്പം വാസലിൻ ഇതേപോലെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചീപ്പ് വെച്ച് ഒന്ന് മുടി ചീകി നോക്കാം. നോക്കിക്കേ, വളരെ എളുപ്പത്തിൽ തന്നെ ചട പിടിച്ച മുടിയാണെങ്കിൽ പോലും നമുക്ക് ഒട്ടും തന്നെ മുടി പൊട്ടാതെ നൈസായിട്ട് ചട കളഞ്ഞെടുക്കാൻ പറ്റും. കുട്ടികൾ ഒട്ടും തന്നെ തലയിൽ എണ്ണയൊന്നും തേക്കാതെയാണ് ചട കളയാൻ ശ്രമിക്കാറ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ മുടി പൊട്ടുകയുമില്ല, എന്നാൽ നല്ല രീതിയിൽ ചട പോയും കിട്ടും. ഇപ്പോഴത്തെ കുട്ടികൾ ഒട്ടും തന്നെ എണ്ണ തേക്കാത്തത് കൊണ്ട് മുടിയുടെ അറ്റം പിളർന്നു പോകുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ മുടിയുടെ അറ്റം പിളർന്നു പോകുന്ന പ്രശ്നത്തിന് നമുക്ക് വാസലിൻ കൊണ്ട് പരിഹാരം കാണാം. അപ്പോൾ ഒരല്പം വാസലിൻ മുടിയുടെ അറ്റത്തായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അറ്റം പിളർന്ന മുടിയൊക്കെ ശരിയായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡ്രൈ ആവുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ. അടുത്ത ഒരു ടിപ്പ്, മഴക്കാലം ആയി കഴിയുമ്പോൾ ചെറിയ തുരുമ്പൊക്കെ ഈ ലോക്കിനുള്ളിൽ വന്നിട്ട് കറക്റ്റായിട്ട് നമുക്കത് പൂട്ടാനും അതേപോലെ തന്നെ ഓപ്പൺ ആക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ ഇതേപോലെ തുരുമ്പ് പിടിക്കുന്ന സമയത്ത് ലോക്കൊക്കെ ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് താക്കോലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരല്പം വാസലിൻ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പൂട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തുരുമ്പെല്ലാം പോയിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഓപ്പൺ ആക്കാനൊക്കെ പറ്റും. മിക്സി ജാറിൻ്റെ ബ്ലേഡ് ചില സമയത്ത് സ്റ്റക്കായി പോവാറുണ്ട്. അപ്പോൾ സ്റ്റക്കായ മിക്സി ജാറ് നമ്മൾ പെട്ടെന്ന് ഓണാക്കുമ്പോൾ ബ്ലേഡ് ഒടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് വാസലിൻ ഒരു ബഡ്സിൽ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലേഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സ്റ്റക്നെസ് മാറി കിട്ടും. അപ്പോൾ സ്റ്റക്കായ മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കൂ. നമ്മൾ യൂസ് ചെയ്യാതെ കുറേ നാളിരിക്കുമ്പോഴാണ് ഇതേപോലെ സ്റ്റക്കായി വരുന്നത്. ചില കുട്ടികളുടെ കമ്മലിടുന്ന ഭാഗത്ത് ആ ഹോളിന് ചുറ്റുമായിട്ട് ഒരു ഡ്രൈനെസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രൈനെസ്സും ആ ഒരു ചുമപ്പൊക്കെ മാറാനായിട്ട് വാസലിൻ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ചെറിയ കുട്ടികളുടെയൊക്കെ ഹോള് ചെറുതായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാൾ നമ്മൾ കമ്മലിടാതിരിക്കുമ്പോൾ ചെവിയുടെ ഹോള് അടഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളപ്പോൾ ഈ അടിഭാഗത്ത് ഒരല്പം വാസലിൻ തേച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ ആ ഒരു ചെവിയുടെ ബാക്കിലത്തെ ഹോളിലൂടെ നമുക്ക് ആദ്യം തന്നെ ഈ അടിഭാഗം അങ്ങ് കയറ്റി കൊടുക്കുക.
ബാക്കിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു കമ്മലിൻ്റെ അറ്റം നമുക്ക് ഫ്രണ്ടിലെ ഹോളിലൂടെ പുറത്തേക്ക് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്രണ്ടിലെ കമ്മൽ ഇതേപോലെ അങ്ങ് തിരിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്യണമെങ്കിൽ ചെറിയ ഹോളിലൂടെ ഒട്ടും വേദനിക്കാതെ നമുക്ക് വലിയ വീതിയുള്ള കമ്മൽ വരെ ഇടാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. കുട്ടികളുടെ ഷൂവിൽ പൊടിയും അഴുക്കും മാത്രമല്ല, കുട്ടികൾ പല സ്ഥലത്തും ഈ ഷൂ ഒരച്ചൊരച്ച് ഇതേപോലെ ഒരു പാട് കൂടി വീഴ്ത്തും. അപ്പോൾ ഇങ്ങനെയുള്ള പാടുകളെല്ലാം പെട്ടെന്ന് മായ്ക്കാനും അതേപോലെ തന്നെ പൊടിയെല്ലാം കളഞ്ഞ് നമ്മൾ ഷൂ പോളിഷ് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ ഷൂവിനൊരു പുത്തൻ ലുക്ക് കൊടുക്കാനും വാസ്ലിൻ നല്ലതാണ്. ഇതേപോലെ ഡോട്ടായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നനഞ്ഞ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഈ പേപ്പറിന് ചെറിയൊരു നനവുണ്ട്. ചെറിയ നനവുള്ള പേപ്പർ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് വാസ്ലിൻ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇതേപോലെ സ്പ്രെഡായിട്ട് നല്ല ഒരു ഷൈനിങ് കിട്ടുള്ളൂ. അപ്പോൾ ഷൂ പോളിഷൊക്കെ തീർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വാസ്ലിൻ ഉപയോഗിച്ചും ഷൂ നല്ല പുത്തനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല രീതിയിൽ ഒരു ഷൈനിങ് കിട്ടും. അപ്പോൾ ഇതേ ഷൂ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ ലെതറിൻ്റെ പേഴ്സും അതേപോലെ തന്നെ ലെതറിൻ്റെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഷൈനിങ്ങും അതേപോലെ തന്നെ ഒരു ന്യൂ ലുക്കും കിട്ടും, പൊടിയൊക്കെ പോയി കിട്ടും. അടുത്ത ഒരു ടിപ്പ്, നമ്മുടെ എല്ലാവരുടെ വീട്ടിലെയും ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റത്ത് ചെറിയ ഒരു തുരുമ്പുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു അറ്റഭാഗം ഇങ്ങനെ ദ്രവിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ വാസ്ലിൻ ഇടയ്ക്ക് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വാസ്ലിൻ ഈ ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ തുരുമ്പെല്ലാം പോയിട്ട് നല്ല ഒരു പുതിയ ലുക്ക് കിട്ടും. അതുമാത്രമല്ല ഈ ഒരു അറ്റഭാഗം ഒടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ അറ്റം ഒടിഞ്ഞു പോയാൽ പാത്രമൊന്നും കറക്റ്റായിട്ട് വെക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് പുതിയ സ്റ്റാൻഡൊക്കെ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കണമെങ്കിൽ എന്നും നല്ല കട്ടിയായിട്ട് തന്നെ ഒട്ടും പൊടിഞ്ഞു പോകാതെ അതേപോലെ തന്നെ തുരുമ്പൊന്നും പിടിക്കാതെ ഇരുന്നോളും. ഇനി നമുക്ക് വേണ്ടത് ഒരു ബഡ്സാണ്. ബഡ്സിൽ ഞാൻ കുറച്ച് വാസ്ലിൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നോബിൻ്റെ ഭാഗത്തായിട്ട് തുരുമ്പും അഴുക്കും എല്ലാം ഉണ്ടാവും. ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തുരുമ്പ് പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്യണമെങ്കിൽ കൂടുതൽ കാലം യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് തുരുമ്പൊക്കെ പിടിച്ച് ഈ ഒരു നോബ് കേടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും ശരിക്കും ആ ഒരു ലോക്കിൽ ചിലപ്പോൾ വീഴില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും ഗ്യാസ് ലീക്ക് ചെയ്ത് അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് ആ ഒരു തുരുമ്പും അഴുക്കൊക്കെ കളയാനായിട്ട് ഇതേപോലെ ബഡ്സിൽ കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാനും പിന്നെ തുരുമ്പ് വരാതിരിക്കാനും ഒക്കെ നല്ലതാണ്. വേറൊരു ബഡ്സ് എടുത്തിട്ട് കുറച്ചുകൂടി വാസ്ലിൻ ഞാനെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി തുരുമ്പ് വരാതിരിക്കാനായിട്ട് ഇതേപോലെ വാസ്ലിൻ തേക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഈ പുറം ഭാഗമൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ അതേ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ തുരുമ്പോ അഴുക്കോ ഒന്നും പിടിച്ച് ഈ നോബ് വർക്ക് ചെയ്യാതിരിക്കില്ല. കറക്റ്റ് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ അത് ഓഫായിട്ട് ലോക്കായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഗ്ലാസിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് മെഴുക്കും അഴുക്കും അതേപോലെ തന്നെ പാടുകളൊക്കെ വീഴാറുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതിനും വാസ്ലിൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പേപ്പർ നനച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ അങ്ങ് തേച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കുമായിട്ട് വാസ്ലിൻ സ്പ്രെഡായിട്ട് പെട്ടെന്ന് തന്നെ ഗ്ലാസ് നല്ല ക്ലീനായിട്ട് കിട്ടും. ഇതേപോലെ ഒരിക്കലെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. പുതിയ ഒരു ഗ്യാസ് സ്റ്റൗ പോലെ തന്നെ ആയി കിട്ടും. എല്ലാ പാടും അഴുക്കും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഒരു നല്ല ഒരു ഷൈനിങ് കിട്ടും. ഈ ഒരു രീതിയിൽ വാസ്ലിൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ നോബിനുള്ളിലോ അല്ലെങ്കിൽ സ്റ്റാൻഡോ ഒന്നും തന്നെ തുരുമ്പെടുത്ത് ചീത്തയായി പോവില്ല. എപ്പോഴും നല്ല പുതിയതായിട്ട് തന്നെ ഇരുന്നോളും. ഗ്ലാസ് ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിലൂടെ എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്